ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് നോക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ സാംസങ്ങിന് ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങാവുന്ന ഐഫോണിൻ്റെയൊക്കെ സജഷൻസ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ ഒരു വീഡിയോ വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ 35,000 15,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. പിന്നെ 20,000 റുപ്പീസ് 30,000 റുപ്പീസ് 15,000 റുപ്പീസ് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ടൊക്കെ ഉള്ള സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോയും ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ വരുന്ന ഓഫേഴ്സിനെ പറ്റി ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡിൽ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ 20K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി M35 5G. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണും ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്. പിന്നെ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സ്പെസിഫിക്കേഷൻസ് നോക്കാം. 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിൻ്റെ 1380 ആണ്. സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ നമ്മുടെ M34 യൂണിവേഴ്സിലാണ് വന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു M35 വരുന്നത് പഞ്ച് ഹോളിലാണ്. സോ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലുള്ള സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണാണ് ഈ ഒരു അണ്ടർ 20Kയിൽ. സോ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ക്യാമറയിലേക്കൊക്കെ വരുമ്പോൾ 50 MP OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഷേക്ക് ആയാലും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ അത് കൊള്ളാം. അപ്പോൾ 4K അപ്പോൾ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. അത് പിടിക്കുമ്പം ഇത്തിരി വലിയ സ്മാർട്ട് ഫോണായിട്ട് തോന്നും. ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6+ 128GB ROM വേരിയന്റ് 19,999 റുപ്പീസിനാണ് വരുന്നത്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് 13,999 റുപ്പീസാണ്. 20K ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ 15K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സാംസങ്ങിൻ്റെ ഗാലക്സി M35 5G നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ. ഇനി 30K ബഡ്ജറ്റ് റേഞ്ചിലോട്ട് വരുമ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി S23 FE നോക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ബെറ്റർ ക്യാമറ, അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഹെവി ഗെയിമിങ്ങിനൊന്നും അല്ല. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിന്റെ 2200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പക്ഷേ ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഹെവി ഗെയിംസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിക്കാൻ പറ്റില്ല. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. 30K ബഡ്ജറ്റ് റേഞ്ചിൽ പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി S23 FE. പിന്നെ നമ്മുടെ സാംസങ്ങിന്റെ AI ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്ന. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 128GB ROM വേരിയന്റ് 33,999 റുപ്പീസിനാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിന്റെ ഓഫറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 27,999 കിട്ടുന്നുണ്ട്. സോ 30K ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഗാലക്സി S23 ആണ്. ഒരു കുട്ടി ഫോണാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റി, ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 6.1 ഇഞ്ചസിന്റെ ഫുൾ HD+ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 48 to 120 Hz വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്ന. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ സ്മാർട്ട് ഫോണിലും കിട്ടും. 3900 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട്സേ കിട്ടുന്നുള്ളൂ. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ട് പോകുമ്പോഴും 25 വാട്ട്സേ കിട്ടുന്നുള്ളൂ. അത് ഒന്ന് മാറ്റായിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 4+ 128GB ROM വേരിയന്റ് 43,999 റുപ്പീസിനാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് സെയിലിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 37,999 റുപ്പീസിന് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ S24 ഗാലക്സി S24 നോക്കാവുന്നതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ വീഡിയോ ക്വാളിറ്റിയും കിടിലം പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്നതാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.2 ഇഞ്ചസിന്റെ ഫുൾ HD+ ഡൈനാമിക് AMOLED LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പ്രോസസ്സർ വന്നിട്ട് എക്സിനോസിന്റെ 2400 ആണ്. ഒരു നല്ല പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇവിടെയും 50 MP മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റി ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഒരിക്കലും ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സാംസങ്ങിന്റെ ഗാലക്സി S24 പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. 4000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിങ് ആണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 59,999 റുപ്പീസിന് കിട്ടുന്നതാണ്. ഇനി ഈ ഒരു S24 ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ S24 Plus എടുക്കാം. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു S24 ഉം S24 Plus തമ്മിലുള്ള ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഡിസ്പ്ലേ ഇത്തിരി വലുതാണ്, പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. ബാക്കിയെല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിന്റെ QHD പ്ലസ് LTP AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ S24 4000 mAh ബാറ്ററി ആണെങ്കിൽ ഇവിടെ 4900 mAh ബാറ്ററിയാണ്. അത്രയുള്ള വ്യത്യാസം. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ S24 പ്ലസ് വരുന്നത് 64,999 റുപ്പീസിനാണ്. അപ്പോൾ 65,000 റുപ്പീസിന് നമ്മുടെ S24 പ്ലസ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ സാംസങ്ങിന്റെ S23 അൾട്ര ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ നല്ലൊരു ഓഫറിൽ വരുന്നുണ്ട്. ഇവിടെയും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റിയും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെയാണ് വരുന്നത്. 6.8 ഇഞ്ചസിന്റെ QHD പ്ലസ് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 128 റിഫ്രഷ് റേറ്റ് ആണ്. 200 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. സോ ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ മാക്സിമം 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും 30 FPS. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു S23 അൾട്ര നോക്കാവുന്നതാണ്. പൊളപ്പം പെർഫോമൻസ് ആണ്. ഇവിടെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിന്റെ ചാർജിങ് ആണ്. നമ്മുടെ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് ഓഫറിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 69,999 റുപ്പീസിനാണ് വരുന്നത്. സോ ഒരു 70K ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു S23 അൾട്ര പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ഒരു നല്ല ഓഫറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. സോ ഇതുപോലത്തെ ഓഫേഴ്സിലുള്ള ഇനി സ്മാർട്ട് ഫോൺസിന്റെ ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും. അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിലത്തെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഈ ഒരു ഓഫറിൽ വാങ്ങാവുന്ന ഐഫോണിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്യാമറ സ്മാർട്ട് ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ കയറി കണ്ടുപോകുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.